അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാഹ് മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2/10/2015 നടത്തിയ ജുമാ ഖുതുബയാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മിത്രങ്ങളായിത്തീരുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഹസ്രത്ത് ഖലീഫത്തുല്ലാഹ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുല്ലാഹ് പറയുന്നു, ജനങ്ങളിൽ ഭൂരിഭാഗവും അവർ പരസ്പരം യുദ്ധത്തിൽ വ്യാപൃതരാണ്. അവരുടെ കോപം ശമിപ്പിക്കുവാൻ, വികാരം നിയന്ത്രിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ മിത്രങ്ങളാകാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് വളരെ നിസ്സാരമായ ഒരു വചനമായിട്ടിത് തോന്നാമെങ്കിലും നമ്മളൊക്കെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് മറ്റാളുകളുമായിട്ട്. കാരണം നമ്മുടെ അവരോടുള്ള സമീപനത്തിൽ മിതത്വം പാലിക്കാൻ കഴിയാതെ പോകുന്നത്, നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത്, നമുക്ക് അവരോട് ശത്രുതാഭാവം ഉണ്ടാകുന്നത്, അവരുടെ വൈകല്യങ്ങളെ നമുക്ക് അതിജയിക്കാൻ കഴിയാത്തത് നമ്മൾ അള്ളാഹുവിൻ്റെ മിത്രങ്ങളായിട്ടില്ല എന്നുള്ളത്. ഇത്രയും കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്ന ഈ സമൂഹത്തിലുള്ള ആളുകളോട് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് വേണ്ടതെല്ലാം അവൻ കൊടുക്കുന്നു. അവർക്ക് വായു, ജലം, ആഹാരം, സ്ഥാനം, പദവി എന്ന് വേണ്ട ഭൂമുഖത്ത് അവർക്ക് ആവശ്യമുള്ള. എന്നാൽ അള്ളാഹുവിനെ അവർ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. എന്നിട്ടും അള്ളാഹു അവരുടെ മേൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇതുപോലെ നമ്മളും നമ്മോട് മോശമായി പെരുമാറുന്നവരോട് അള്ളാഹു എപ്രകാരം ഒരു സമീപനം സ്വീകരിക്കുന്നുവോ അതുപോലെ നാമും സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മിത്രങ്ങളാവാം. അള്ളാഹു ചെയ്യുന്ന നടപടി പോലെ നമുക്കും ചെയ്യാം. ആയതിനാൽ ഒരു വേർതിരിവുമില്ലാതെ നിങ്ങൾ എല്ലാവരോടും ഞാനൊരു അർത്ഥന നടത്തുകയാണ്. അപ്പോൾ ഖലീഫത്തുല്ലാഹ് മനുഷ്യരാശിയോട്, പ്രത്യേകിച്ച് ആരെ അഭിസംബോധന ചെയ്യുന്നുവോ അവരോട്, പൊതുവിൽ ഭൂമുഖത്ത് വസിക്കുന്നവരോട്, നിങ്ങൾ കീഴടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ വ്യർത്ഥമായ ഭിന്നതകളും വാദമുഖങ്ങളും അവസാനിപ്പിക്കുക. അപ്രധാനമായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് മഹത്തായ അസാധാരണമായ ദീനീ ജോലികളിൽ വ്യാപൃതരാകേണ്ട സമയമാണിത്. ആയതിനാൽ ഞാനിത് പറയുന്നതിൽ ഒരിക്കലും ക്ഷീണിക്കുകയില്ല. എപ്പോഴും നിങ്ങൾ ഈ പാത പിന്തുടരേണ്ടതാണ്. കാരണം ഇതില്ലാതെ നമുക്ക് അള്ളാഹുവിൻ്റെ നിഴലിൽ
നിഴലിൻ കീഴിൽ വരുവാൻ സാധ്യമല്ല, സമാധാനപൂർവം അള്ളാഹുവിൻ്റെ അഭയത്തിലാകുവാനും സാധിക്കുകയില്ല. ലക്ഷ്യം എന്നത് അള്ളാഹുവിൻ കീഴിൽ സമാധാനപൂർവം എത്തുക എന്നത് മാത്രമല്ല, ഒരു യഥാർത്ഥ മനുഷ്യൻ യുദ്ധരംഗത്ത് വരാൻ വിമുഖത കാട്ടുന്നവനല്ല. കൃത്യമായി പറഞ്ഞാൽ ദൈവമാർഗത്തിൽ അവനെ സഹായിക്കുവാൻ ആരുമില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ പോലും, എന്നാൽ അവൻ അതൊന്നും കണക്കിലെടുക്കാതെ കുതിച്ചു ചാടുന്നു. എന്നിട്ട് അവൻ മുന്നിൽ വരുന്നു. എന്നിട്ട് അവൻ തനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു, സമർപ്പിക്കേണ്ടതെല്ലാം സമർപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്ത് സംഭവിക്കും എന്ന് അവൻ വ്യാകുലപ്പെടുന്നില്ല. അവൻ മുന്നോട്ട് മാത്രമാണ് നോക്കുന്നത്, പിന്നോട്ടല്ല. മതത്തിന് സേവനം ചെയ്യുവാനുള്ള അവൻ്റെ ഇച്ഛ, അവൻ്റെ സ്നേഹം, അവൻ്റെ ആഗ്രഹം ഇവ ഹൃദയത്തിൽ വളരെ ശക്തിമത്താണ്. അതുകൊണ്ടാണ് ദീനീ സേവനത്തിനായി അവൻ സ്വയം മുന്നോട്ട് വരുന്നതും അവനെ തന്നെ സമർപ്പിക്കുന്നതും അവനുള്ളതെല്ലാം സമർപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത്തരം ഇച്ഛകൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഇത്തരം ആളുകളാണ് അള്ളാഹുവിൻ്റെ തണലിൽ അഭയാർത്ഥികളായി തീരുന്നത്. എന്നാൽ ഇതുവരെയും അത്തരം ഒരു ഹൃദയ വിചാരം നിങ്ങളുടെ ഉള്ളിൽ വളർന്നിട്ടില്ല. അത്തരം വികാരം ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് ഏത് സമയവും ശക്തിയുടെ ജ്വാല സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ്. ഇത്തരം ആശയത്തിൽ നിങ്ങൾ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഈ വാക്കുകൾ വെറും വാക്കുകൾ മാത്രമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ അതിൽ നിന്നും പ്രയോജനം ആർജിക്കുവാൻ നിങ്ങൾക്കറിയില്ല എന്ന് സാരം. ആയതിനാൽ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ ആഴത്തിൽ ചിന്തിക്കണം. എന്നിട്ട് ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് അപഗ്രഥിക്കുക. തൻ്റെ ഒരു ഭാഗവും അന്ധകാരത്തിലല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യണം. അപ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഓരോ തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് കത്തിക്കുകയാണെങ്കിൽ, ഉരസുകയാണെങ്കിൽ തീജ്വാല അതിൽ നിന്നും വരുന്നതാണ്. അത് നമ്മൾ കത്തിക്കുന്നില്ല എങ്കിൽ, അതിനെ ഉരസുന്നില്ല എങ്കിൽ നമുക്ക് ആ തീജ്വാല സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ഇതുപോലെ നമ്മൾ അല്ലാഹുവുമായി അടുക്കുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ, തീപ്പെട്ടിക്കുള്ളി കത്തിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് അല്ലാഹു തആലയുടെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാനും ആ പ്രകാശധാരയിൽ കൺകുളിർമ നേടുവാനും സാധ്യമല്ല. കോപത്തിനടിമപ്പെട്ടവർ, കോപവും വികാരവും അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ബൗദ്ധികതയുടെയും അറിവിൻ്റെയും വാക്കുകൾ അധരങ്ങളിൽ നിന്ന് വരിക എന്നത് അസാധ്യം തന്നെ. അനേകർ എനിക്കെഴുതുന്നു, മറ്റനേകർ ഇമെയിൽ അയക്കുന്നു. അതിലവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ദുആയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്നും അവർക്ക് അനുകൂലമായി ഒന്നും വരുന്നില്ല. ഞാൻ ഇതിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: ആളുകൾ അല്ലാഹു ആഗ്രഹിക്കുന്ന പാത തിരഞ്ഞെടുത്തിട്ടില്ലാത്തവരാണ് എന്നാണ്. ആയതിനാൽ അവരുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. നാം തിരഞ്ഞെടുത്തതല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും കോപവും നിങ്ങളെ അതിജയിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്നും ബുദ്ധിപരവും ജ്ഞാനപരവുമായ വാക്കുകൾ വരില്ല. നിങ്ങൾക്കനുകൂലമായി പ്രാർത്ഥിക്കുവാൻ അല്ലാഹുവിൻ്റെ അഭയത്തിൽ പ്രവേശിച്ചവർക്ക് സാധിക്കാതെ വരുന്നു. ഇത്തരം ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുവാൻ അല്ലാഹുവാണ് അവൻ്റെ ദാസന്മാരെ തടയുന്നത്. ഇത്തരം സന്ദർഭത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ ലോകത്തിലെ ഉയർന്ന കരങ്ങൾ ലക്ഷ്യം പൂർത്തിയാക്കാനാവാതെ വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കോപം, നിങ്ങളുടെ വികാരം നിങ്ങളെ കീഴടക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കൂട്ടുകാരനായി തീരാൻ കഴിയുകയില്ല. ആയതിനാൽ അല്ലാഹുവിൻ്റെ സുഹൃത്തായി തീരാൻ നിങ്ങൾ ഒരിക്കലും സുഹൃത്തായി
തീർന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. എനിക്ക് ലഭിച്ച എൻ്റെ അറിവാണ് എനിക്ക് ഇത്ര മഹത്തായ വ്യക്തിത്വം ലഭിക്കാൻ കാരണം. നിങ്ങൾ സ്വയം പുകഴ്ത്തുകയാണെങ്കിൽ, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ പുകഴ്ത്തുകയാണെങ്കിൽ, നിങ്ങളുടെ ഓർമ്മശക്തിയെ പുകഴ്ത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ വഹിക്കുന്ന വലിയ സ്ഥാനത്തെ പുകഴ്ത്തിയാൽ, നിങ്ങൾ സ്വയം പരുഷമായി പെരുമാറിയാൽ, പൊതുജനത്തോട് സ്വാർത്ഥമായി പെരുമാറിയാൽ, അപ്പോൾ തീർച്ചയായും ഇതൊരു ഗുരുതരമായ കാര്യം തന്നെ ആയിരിക്കും. മറ്റുള്ളവരെക്കാൾ നിങ്ങൾ വളരെ വലിയവനാണെന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് ഭൂമിയിലെ ഏറ്റവും വിനയാന്വിതനായ മനുഷ്യരാണെന്ന് കരുതുക. അതെ, തികച്ചും വിനയാന്വിതൻ. ആരെങ്കിലും നിങ്ങളോട് അഭിവാദ്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ മേൽ നിസ്സഹരണം ഏർപ്പെടുത്തരുത്. അവർക്കെതിരിൽ പക വയ്ക്കരുത്. നിങ്ങൾ വിനയാന്വിതരായ ആളുകളായിത്തീരുക. വിനയാന്വിതരായ ആളുകൾക്ക് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകൂ. അവർക്കുള്ളതെല്ലാം, അതായത് അറിവ്, ബുദ്ധി തുടങ്ങിയവ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് എപ്പോഴും അവർ വിനയാന്വിതരായി നിഷ്കളങ്കരായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഓ അല്ലാഹ്, സത്യമായും പൂർണ്ണമായും നിൻ്റേത് മാത്രമായി തീരുവാൻ നീ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. നിങ്ങൾ അള്ളാഹുവിൻ്റേതായി തീരുമ്പോൾ ആ സമയം മുതൽ നിങ്ങൾ പ്രവാചകനായ മൂസ അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥന ചെയ്യുവാൻ തുടങ്ങുന്നു. പ്രവാചകനായ മൂസ അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥന, അദ്ദേഹം ചെയ്ത പ്രാർത്ഥന എന്താണ്? അദ്ദേഹം 2 പെൺകുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള, അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതിനും അവരുടെ വീട്ടാവശ്യത്തിനുമുള്ള വെള്ളം കൊടുക്കുന്നതിനു വേണ്ടി ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം ചെന്ന് അവർക്ക് വെള്ളം സംഭരിച്ചു കൊടുത്തു. അങ്ങനെ അത് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു തണലിലേക്ക് മാറി നിൽക്കുന്നു. മാറി നിന്നതിന് ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. 28-ാം അധ്യായം സൂറ ഖസസിൽ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ആ സംഭവം എടുത്തു പറയുന്നത് ഇപ്രകാരമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിച്ചു. നിസ്സഹായനായി നിൽക്കുകയാണ്. തൻ്റെ നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബന്ധസ്വന്തങ്ങളിൽ ആരുമില്ല, കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, പരിചയക്കാരില്ല. അത്തരമൊരിടത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന, അദ്ദേഹത്തിൻ്റെ ശാരീരിക ശേഷി വെച്ച് കഴിയുന്ന ഒരു സഹായം 2 സ്ത്രീകൾക്ക് വെള്ളം അവർക്കും അവരുടെ കന്നുകാലികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തിയതിന് ശേഷം മാറി നിന്ന് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. ഫഖാല റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ, നിശ്ചയമായും നീ എന്നിലേക്ക് ഇറക്കിത്തരുന്നതെന്ത്, മിൻ ഖൈരിൻ, നന്മയായിട്ടുള്ളതിൽ നിന്ന്, നന്മയായിട്ടുള്ളത് എന്തും നീ എന്നിലേക്ക് ഇറക്കുന്നുവോ അതിനെല്ലാം ഫഖീറുൻ, ഞാൻ ആവശ്യക്കാരനാണ്, ഞാനൊരു ദരിദ്രനാണ്. നീ എന്ത് നന്മയാണോ എന്നിലേക്ക് ഇറക്കുന്നത് അതിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ അല്ലാഹു തആല നമ്മുടെ മേൽ ഇറക്കിത്തരുന്ന എന്ത് നന്മയാണോ ആ നന്മയ്ക്കെല്ലാം നമ്മൾ ആവശ്യക്കാരനാണ് എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവുമായി അടുക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ ജീവിത വഴികൾ അവൻ തുറക്കുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നിശ്ചയമായും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് നിങ്ങളിൽ എന്ത് കഴിവ്, എത്രത്തോളം അത് വളർത്തി എടുക്കണമെന്ന്. ഇത് നിങ്ങൾ അള്ളാഹുവിന് വിടുക. തീർച്ചയായും അള്ളാഹു സംരക്ഷിക്കുന്ന ആ ചെടികൾ, ആ ആളുകൾ. ഈ പ്രത്യേക സംരക്ഷണത്തിൻ്റെ കാരണം സസൂക്ഷ്മം ആരാഞ്ഞാൽ അവനില്ലാതെ സാധിക്കില്ല. ഈ ചെടികൾക്ക് അഥവാ ഈ ആളുകൾക്ക് അവയുടെ കഴിവിൻ്റെ പരമാവധിയിലെത്താൻ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. അല്ലാതെ കഴിയുകയില്ല. നല്ല വാക്കുകളും ബൗദ്ധിക വാക്കുകളും അറിവുകളും ജനങ്ങളുടെ വായിൽ നിന്നും പുറത്തു വരികയില്ല.
ദൈവത്തിനെതിരിൽ ചിന്തിക്കുകയും അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ, ദൈവത്തിനെതിരിൽ ചിന്തിക്കുകയും അവൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ അവരുടെ വായിൽ നിന്ന് ഒരു നല്ല വാക്കും വരില്ല, ഒരു ബുദ്ധിപരമായ വാക്കും വരില്ല, ഒരറിവും അവരിൽ നിന്ന് വരില്ല. എല്ലാം വിഡ്ഢിത്തരങ്ങളായിരിക്കും അവർ പുലമ്പുന്നത്. നല്ല ചെടികളായി തീരാൻ തയ്യാറില്ലെങ്കിൽ, മറിച്ച് ഇത്തരം ആളുകൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ക്രമസമാധാന ലംഘനമുണ്ടാക്കുന്ന ഉറവിടത്തിൽ നിന്നായിരിക്കും. അപ്പോൾ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുകയും ചെയ്യാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അത്തരത്തിലുള്ള ആളുകളുടെ നാവിൽ നിന്നും വരുന്നത് മുഴുവൻ ക്രമസമാധാന ലംഘനം ഉണ്ടാക്കുന്ന ഉറവിടത്തിൽ നിന്നായിരിക്കും. അവരുടെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കരമായ പ്രയാസമുണ്ടാവും, അസ്വസ്ഥതയുണ്ടാവും. ഇത്തരം ആളുകളുടെ ഭവനങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കോപം അവരെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. അവരുടെ പരിതസ്ഥിതിയിൽ തന്നെ സമാധാന ലംഘനങ്ങളുണ്ട്, അവരുടെ സമുദായത്തിലും സമാധാന ലംഘനങ്ങളുണ്ട്, മറ്റുള്ളവരുമായുള്ള അവരുടെ ബന്ധത്തിലും ഈ അസമാധാനം കാണാവുന്നതാണ്. അവരെല്ലായിടത്തും ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്നു. റൂഹുൽ ഖുദ്സിൻ്റെ സഹായത്തോടെ സംസാരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ റൂഹുൽ ഖുദ്സിൽ നിന്നാണ് യഥാർത്ഥ ജ്ഞാനം കരഗതമാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായതും നിങ്ങളിൽ നിന്നുള്ള ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, കോപം ഇവയൊക്കെ മാറ്റിവെക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വായിൽ നിന്നും അറിവ് പുറത്തു വരികയുള്ളൂ. ആ സമയം മുതൽ ഉന്നതങ്ങളിലും നിങ്ങളെ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് കരുതപ്പെടും. അപ്പോൾ അത്തരം നന്മയായ വാക്കുകൾ പറയുവാൻ, നന്മയായ കാര്യങ്ങൾ ചെയ്യുവാൻ നാം ആരംഭിക്കുമ്പോൾ ഉന്നതങ്ങളിൽ, അതായത് അള്ളാഹുവിൽ നിന്ന് നമ്മെ ആവശ്യമുണ്ട് എന്ന് അള്ളാഹു തആല തീരുമാനത്തിലെത്തുന്നു. ഞാൻ വളരെ ഗൗരവമായി പറയുകയാണ്, ജമാഅത്തു സഹീഹുൽ ഇസ്ലാമിൽ ഒരാളും തൻ്റെ സഹോദരനെ പറ്റി മോശമായി സംസാരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. തൻ്റെ സഹോദരനെതിരിൽ രോഗബാധിതമായ തമാശയും എഴുന്നള്ളിക്കരുത്. ഒരുവൻ തൻ്റെ സഹോദരനെ തരം താഴ്ത്തി പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. അവനെ ബുദ്ധിമുട്ടിക്കുന്നതും തെറ്റാണ്, അവൻ്റെ കുറവുകൾ പരസ്യപ്പെടുത്തുന്നതും തെറ്റാണ്. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതിൻ്റെ ദൈവിക പ്രത്യാഘാതം വളരെ ഭയാനകമായിരിക്കും. ആയതിനാൽ ദയാപൂർവം പെരുമാറുക, നിങ്ങളുടെ സഹോദരങ്ങളോട് നല്ല വാക്കുകൾ പറയുക. തീർച്ചയായും ഫലിതങ്ങൾ അനുവദനീയമാണ്. ഒരാൾക്ക് തന്നെപ്പറ്റി ബോധ്യമുണ്ടെങ്കിൽ, താൻ തൻ്റെ വായ് തുറന്നാൽ വിഡ്ഢിത്തമേ പുലമ്പൂ എന്നുണ്ടെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, അതാണ് നല്ലത്. നിങ്ങൾ നിശബ്ദത പാലിക്കുക. എന്നാൽ നിങ്ങൾക്ക് വിഡ്ഢിത്തം പുലമ്പാതിരിക്കാം, ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാം, തർക്കങ്ങൾ ഒഴിവാക്കാം, യുദ്ധങ്ങൾ ഇല്ലാതാക്കാം, അങ്ങനെ പലതും. അപ്പോൾ നമ്മുടെ നാവ് ഉപയോഗിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും അവ്യക്തമായ മോശമായ പദാവലികൾ നമ്മൾ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ നാവിൽ നിന്നും വരുന്ന വിഡ്ഢിത്തത്തിൻ്റെ പരിണിത ഫലമാണ് കുടുംബത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നത്, തർക്കങ്ങൾ ഉണ്ടാകുന്നത്, യുദ്ധങ്ങൾ ഇല്ലാതാക്കാനും അങ്ങനെ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ നാവ് കൊണ്ട് ചലിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ. ഇതൊക്കെ അല്ലാഹു തആല നമ്മൾ എന്തെല്ലാം കുറ്റങ്ങളും കുഴപ്പങ്ങളും ഇതെല്ലാം ചെയ്തിട്ടും അല്ലാഹു തആല ഉടനെ വന്ന് അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു. അവരിതെല്ലാം നോക്കിയിരിക്കുകയാണ്. ഇതുപോലെ അസമാധാനവും അക്രമവും മോശമായ പ്രവർത്തനങ്ങളും മോശമായ വാക്കുകളും എല്ലാം പ്രവർത്തിക്കുമ്പോഴും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള അറിവ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ പോലെ നിശബ്ദനായി നമ്മൾ ഇരിക്കുകയും അവർക്ക് സംയോജിതമായ നിലയിൽ നല്ല ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനും
സമൂഹത്തെ രക്ഷപ്പെടുത്തുവാനും കുടുംബത്തെയും സാമൂഹ്യ ജീവിതത്തിലും സംരക്ഷണവും സുരക്ഷിതത്വവും ഏർപ്പെടുത്താനും കഴിയും. നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക. അങ്ങനെ നർമ്മബോധം ഒരു വലിയ ഗുണമാണ്. ജമാഅത്ത് സഹീഹുൽ ഇസ്ലാമിലെ ഓരോ അംഗവും നർമ്മബോധം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ആ വഴിച്ചാലിലൂടെ നിങ്ങൾ തണലിൽ എത്തിച്ചേരും. അള്ളാഹുവിൻ്റെ അഭയത്തിൽ സമാധാനത്തിൽ ആയിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മിത്രങ്ങളായിത്തീരും. അങ്ങനെ അള്ളാഹുവിൻ്റെ മതത്തിന് സേവനം ചെയ്യുവാൻ സാധിക്കും, സംശുദ്ധവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ. ഇൻഷാ അല്ലാഹ്, ആമീൻ. ഈ വിഷയം സംബന്ധമായ വെള്ളിയാഴ്ച ഖുതുബ ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഈ പരിശുദ്ധമായ ഉപദേശങ്ങൾക്കനുസൃതമായിട്ടുള്ള ജീവിത പരിവർത്തനം വരുത്തി നമ്മെ ഇഹലോകത്തും നാളെ പരലോകത്തും അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും.